വൈദ്യുതി വിച്ഛേദിച്ചതിൽ കെഎസ്ഇബിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കെഎസ്ഇബി ഓഫീസിൽ അക്രമം നടത്തിയെന്ന പേരിൽ യുവാവിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച കെഎസ്ഇബിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കെഎസ്ഇബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പരാതി പരിശോധിച്ച് 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. തിരുവമ്പാടി സ്വദേശി UC അജ്മൽ ഉള്ളാട്ടിൽ എന്ന യുവാവിന്റെ വീട്ടിലെ കണക്ഷനാണ് കെഎസ്ഇബി വിച്ഛേദിച്ചത്. ഇതിനെതിരെ സെക്ഷൻ ഓഫീസിൽ പ്രതിഷേധിക്കാനെത്തിയ യുവാവിന്റെ പ്രായമായ പിതാവ് ഹൃദ്രോഗബാധിതനായി ചികിത്സയിലാണ്. കെഎസ്ഇബി MDയുടെ നിർദ്ദേശപ്രകാരമാണ് കണക്ഷൻ വിച്ഛേദിച്ചതെന്നാണ് വാർത്തകൾ. കളിച്ചുകൊണ്ടിരിക്കെ മതിലിടിഞ്ഞു വീണു. 7 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മതിലിടിഞ്ഞ് ദേഹത്ത് വീണ് 7 വയസ്സുകാരി മരിച്ചു. മാമ്പ്ര തൊട്ടിപ്പറമ്പിൽ കാർത്തികേയൻ ലക്ഷ്മി ദമ്പതികളുടെ മകൾ ദേവിഭദ്രയാണ് മരിച്ചത്. മതിലിടിഞ്ഞ് കുട്ടിയുടെ തലയിലേക്ക് വീഴുകയായിരുന്നു. ദേവിയും സുഹൃത്തുക്കളും കളിച്ചുകൊണ്ടിരിക്കെയാണ് അപകടമുണ്ടായത്. മതിലിന് താഴെയിരുന്നായിരുന്നു കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടെയാണ് മതിൽ ഇടിഞ്ഞു വീണത്. കുട്ടിയെ ഉടൻ തന്നെ തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വീട്ടുകാരെ ബന്ദികളാക്കി സ്വർണവും പണവും കവർന്നു. മലയാളികൾ ഉൾപ്പെടെ 10 പേർ പിടിയിൽ. ബംഗളൂരുവിൽ വീട്ടുകാരെ ബന്ദികളാക്കി സ്വർണവും പണവും കവർന്ന കേസിൽ മലയാളികൾ ഉൾപ്പെടെ 10 പേർ പിടിയിൽ. മംഗളൂരു ഉള്ളേബെട്ടുവിലെ കോൺട്രാക്ടറായ പത്മനാഭ കോട്ടിയന്റെ വീട്ടിൽ മുഖംമൂടി ധരിച്ചെത്തിയായിരുന്നു മോഷണം. പത്മനാഭയെയും ഭാര്യയെയും കുട്ടികളെയും മാരകായുധങ്ങൾ കാട്ടി ബന്ദികളാക്കി 9 ലക്ഷം രൂപ വില വരുന്ന സ്വർണവും പണവുമാണ് കൊള്ളയടിച്ചത്. കഴിഞ്ഞ 21-ന് നടന്ന മോഷണത്തിൽ 7 മലയാളികളടക്കം 10 പേർ പിടിയിലായി. ക്രിക്കറ്റ് കോച്ച് പീഡനക്കേസിൽ പ്രതിയായ സാഹചര്യം KCA വിശദീകരണം തേടി. കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കോച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷന് നോട്ടീസ് അയച്ചു. ഇത്തരമൊരു സംഭവം ഉണ്ടാകാനിടയായ സാഹചര്യം KCA വിശദീകരിക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. പീഡനക്കേസിൽ പ്രതിയായ മനു കഴിഞ്ഞ 10 വർഷമായി KCAയിൽ കോച്ചാണ്. തെങ്കാശിയിൽ കൊണ്ടുപോയി കുട്ടികളെ പീഡിപ്പിച്ചെന്നാണ് പരാതി. ഇയാൾ പോക്സോ കേസിൽ പ്രതിയായി റിമാൻഡിലാണ്. കുട്ടികളുടെ നഗ്നചിത്രം ഇയാൾ പകർത്തിയെന്നും ആരോപണമുണ്ട്. പ്രതീക്ഷയോടെ ക്രിക്കറ്റ് പരിശീലനത്തിനെത്തുന്ന കുട്ടികളെയാണ് ഇയാൾ പീഡിപ്പിക്കുന്നത്. കുട്ടികളും രക്ഷിതാക്കളും സംഭവത്തിന് ശേഷം മാനസിക സമ്മർദ്ദത്തിലാണ്. എന്നാൽ ഇതൊന്നും KCA അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഒരു പെൺകുട്ടി പരാതിയുമായി വന്നതോടെ കൂടുതൽ കുട്ടികൾ പരാതി നൽകുകയായിരുന്നു. ദൃശ്യമാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ബിനോയ് വിശ്വത്തിന്റെ SFI വിമർശനങ്ങളിൽ വസ്തുതകളില്ല. A. റഹീം. SFIക്കെതിരായ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വിമർശനത്തിൽ പ്രതികരണവുമായി A. റഹീം MP. ബിനോയ് വിശ്വത്തിന്റെ വിമർശനങ്ങളിൽ വസ്തുതകളില്ലെന്നും വിമർശനങ്ങൾ എപ്പോഴും വസ്തുതാപരവും ക്രിയാത്മകവുമായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ബിനോയ് വിശ്വം മറ്റൊരു പാർട്ടിയുടെ സെക്രട്ടറിയാണ്. ആ തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അങ്ങനെ ഒരു സ്ഥാനത്തിരുന്ന് പറയേണ്ടതാണോ അദ്ദേഹം പറഞ്ഞതെന്ന് ആത്മപരിശോധന നടത്തണമെന്നും A. റഹീം പറഞ്ഞു.